ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് യാത്ര പോകുന്നത് കർണാടകയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ട്രക്കിംഗ് സ്പോട്ടായ നേത്രാവതിയിലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് അറിയണ്ടാവും. അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. പണ്ട് നമ്മൾ മീശപ്പുലിമല പോയത് ഓർമ്മയുണ്ടോ? അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാൻ. ഞാൻ മുകളിൽ അത് പിൻ ചെയ്ത് കൊടുത്തേക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ബേസ് ക്യാമ്പിലാണ്. ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിരുന്നു. ആ വരുന്ന വഴി, അതായത് കുദ്രേമുഖ് നാഷണൽ പാർക്കിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ആ വെള്ളച്ചാട്ടവും ഇങ്ങോട്ടുള്ള ഈ അടിപൊളിയായിട്ടുള്ള വഴികളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ആ സമയം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് അവിടെ പോവാം. അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു ടീമിൻ്റെ കൂടെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്, 10-22 പേര് ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇന്ന് കാണാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഹനുമാൻ കുണ്ടി വെള്ളച്ചാട്ടം. ഇതിൻ്റെ മറ്റൊരു പേരാണ് സൂതനാബെ വെള്ളച്ചാട്ടം. നമ്മൾ മംഗലാപുരത്ത് നിന്ന് നേത്രാവതി ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഇതുള്ളത്. ഇത് വരുന്നത് ഇവിടെ ചിക്കമംഗളൂരു ജില്ലയിൽ. നമ്മളിപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുദ്രേമുഖ് നാഷണൽ പാർക്കിൻ്റെ അകത്തൂടെയാണ്. ഈ ഒരു കുദ്രേമുഖ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലായിട്ട് ചിക്കമംഗളൂരു ജില്ലയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. ഇവിടുന്ന് നമുക്ക് കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് പോയിട്ട് വേണം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഒക്കെ ഇതുപോലെയുള്ള സ്റ്റെപ്പുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചധികം ഇറങ്ങിപ്പോകാനുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 200-250 സ്റ്റെപ്പുകളെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനുണ്ട് താഴോട്ട്. ഇവിടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് ലക്കി അണക്കെട്ട്. നമ്മൾ നേരത്തെ വന്ന വഴിയാണ് കാർക്കളയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആ ഒരു കാർക്കളയുടെയും ലക്കി അണക്കെട്ടിൻ്റെ ഇടയിലായിട്ട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന കുദ്രേമുഖ് നാഷണൽ പാർക്കിൻ്റെ അകത്ത് നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. ഏകദേശം 72 അടി ഉയരം, അതായത് 22 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നൊരു വെള്ളച്ചാട്ടമാണിത്. നല്ല മഴയുള്ള സമയങ്ങളിൽ വെള്ളം കൂടുതലാവുന്നതുകൊണ്ട് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടാവാറില്ല. അപ്പം അടുത്ത് തന്നെ കുറച്ച് മുന്നേ വരെ ഒന്നും ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഇത് തുറന്നു കൊടുത്തത്. അത് നമുക്ക് ഈ പോകുന്ന വഴി തന്നെ ഇപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വൃത്തിയൊക്കെ ആക്കി വെച്ചതാണ്. മഴക്കാലങ്ങളിൽ, അതായത് മൺസൂൺ സീസണിലൊക്കെ നല്ല വെള്ളം ഉണ്ടാകുമ്പം ആരെയും ഇങ്ങോട്ട് കടത്തി വിടാറില്ല. നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി വേണം നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനായിട്ട്. നമുക്ക് ഇവിടുന്ന് ആ ചെറിയൊരു വ്യൂ കിട്ടും. നിങ്ങൾ കാണുന്നുണ്ടാവും, താഴെ ആ വെള്ളം വീഴുന്നൊരു വ്യൂ ആണ് കിട്ടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 22 മീറ്റർ ഉയരമുണ്ട് ഇതിന്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, ഈ വഴിയൊക്കെ ഇപ്പോൾ അടുത്ത് വൃത്തിയാക്കിയതാണ്. മരങ്ങളുടെ കൊമ്പുകളൊക്കെ വെട്ടി ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ ഇവിടെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുള്ളൂ. നമ്മൾ മുന്നേ ആതിരപ്പള്ളിയൊക്കെ പോയ സമയത്ത് കുറച്ചുകൂടി നമുക്കൊരു വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അവർ ഈ പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കും, സേഫ്റ്റിയുടെ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കണം. പറയാൻ പറഞ്ഞു, ആതിരപ്പള്ളി ഞാൻ പോയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. ഞാനത് മുകളിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു അടിപൊളി വെള്ളച്ചാട്ടം, നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും നല്ല വെള്ളമുണ്ട്. മൈൽസ് ആൻഡ് മൺസൂൺ. ഇവിടെ കണ്ടോ, ഇവിടുന്ന് ശരിക്കും വെള്ളച്ചാട്ടത്തിന്റെ നേരെ താഴ്ഭാഗത്തോട്ട് പണ്ട് വഴി ഉണ്ടായിരുന്നു. പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അടച്ചതായിരിക്കണം. ഈ വഴി നേരെ പോകുന്നത് വെള്ളച്ചാട്ടത്തിന്റെ നേരെ താഴെ ആ പുഴയുടെ ഭാഗത്തോട്ടാണ്. എങ്കിലും നമുക്ക് ആ നടുക്ക് നിന്നിട്ട് ആ ഒരു വ്യൂ ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഭാഗത്തോട്ടൊരു വഴിയാക്കിയിട്ടുണ്ട്. അതെന്തെങ്കിലും പ്രശ്നം, ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന സ്റ്റെപ്പുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സ്റ്റെപ്പുകൾ മുഴുവൻ ഇനി കയറി വേണം അങ്ങോട്ട് പോകാൻ. അതാണ് ഒരു ബുദ്ധിമുട്ട്. ആ മുകളിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. നല്ല ഭംഗിയുള്ള റൂട്ടാണ് കുദ്രേമുഖ് നാഷണൽ പാർക്കിൻ്റെ അകത്തൂടെയുള്ള ഒരു യാത്ര എന്ന് വെച്ചാൽ. നമ്മൾ കാണുന്നില്ലേ, റോഡിൽ വെച്ച് കോടയുണ്ട്. ആ കോടേൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും മുഴുവൻ പച്ചപ്പും. ഈ മൺസൂൺ സമയത്ത് എവിടെ നോക്കിയാലും ഈ ഭംഗിയാണ്. ഈ ഒരു മൺസൂൺ സമയത്തിൻ്റെ അത്രയും നമ്മുടെ പ്രകൃതിയെ കാണാൻ ഭംഗിയുള്ള മറ്റൊരു കാലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചാനലിന് ഒരു പേര് തുടങ്ങിയ സമയത്ത് ഞാൻ മൈൽസ് എന്നുള്ളതിൻ്റെ കൂടെ മൺസൂൺ എന്നുള്ളതും കൂടെ ചേർന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ആ ഒരു പച്ചപ്പും ഭംഗിയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാലം കൂടിയാണ് ഈ ഒരു മൺസൂൺ കാലം. ഇനിയിപ്പോൾ ഇത് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെയാണ് തോന്നുന്നത്. അടിപൊളിയായിട്ടുള്ള കുറേ വ്യൂ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് രസമാണല്ലേ കാണാൻ.
ഇതൊക്കെ കണ്ട് നമുക്കിങ്ങനെ പതിയെ പതിയെ പോവാം. നമുക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി അങ്ങോട്ടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും കുദ്രേമുഖ് നാഷണൽ പാർക്കിനകത്തൂടെയുള്ള മനോഹരമായ കാഴ്ചകളും ആ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്. ഓരോരുത്തർ ഭക്ഷണം കഴിച്ചു, ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യ പരിപാടിയിലൊക്കെയാണ്. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്, പിന്നെ മധുരമുള്ളൊരു സംഭവം. അതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണവും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അവിടെ നിന്നാണ് കേട്ടോ നമ്മളത് കഴിക്കുക. നമ്മളിത് അവിടുന്ന് ഇതുപോലെയുള്ള വണ്ടികളിലാണ് പോവുക. എന്നിട്ട് കുറച്ച് ദൂരെ പോയിട്ട് ഇറങ്ങും. അവിടെ നിന്നാണ് നമ്മളെ ട്രക്കിംഗ് ഒക്കെ ആരംഭിക്കുക. ഇങ്ങനെയുള്ള ഓപ്പൺ ജീപ്പുകളിലാണ് ഇവിടുന്ന് പോവുക. അപ്പോൾ അവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടികാടില്ലേ? ഓക്കെ. അപ്പോൾ സെറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് പറ്റാത്തത്ര നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടീമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, സെറ്റ്. എന്നാൽ കമ്മോൺ വരി, ഒരു ഹോയിടാം വെറുതെ രസമായിട്ട്. ഹോയ് ഞാൻ വണ്ടി. ഓക്കെ, ഹോയ് ഹോയ് കിട്ടോ? മുന്നേ നേത്രാവതി ട്രക്കിങ്ങിനൊക്കെ വന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം, നമ്മളിതായി പോകുന്ന വഴിയില്ലേ, ഇതൊക്കെ ട്രക്ക് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീടാണ് ഈ റോഡൊക്കെ വന്നിട്ട് ഇപ്പം നമുക്ക് ശരിക്കും ട്രക്ക് ചെയ്ത് പോകേണ്ട ദൂരം എന്ന് പറയുന്നത് ഒരു സൈഡിലോട്ട് 6 കിലോമീറ്റർ ആണ്. പക്ഷേ മുന്നേ അത്ര ആയിരുന്നില്ല, അതിനേക്കാൾ ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കുറേ ഭാഗങ്ങൾ വരെ ഏകദേശം ഒരു 1 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ജീപ്പുകളിൽ പോകാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ട്രക്ക് ചെയ്താൽ മതി. പണ്ടപ്പം ടോട്ടലി ഒരു സൈഡ് 10 കിലോമീറ്റർ, മൊത്തം 20 കിലോമീറ്റർ ഒക്കെ ട്രക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെയുള്ള ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ മൊത്തം ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമുക്ക് ശരിക്കും 6 കിലോമീറ്റർ മാത്രം ഒരു സൈഡോട്ട് ട്രക്ക് ചെയ്ത് മൊത്തം 12 കിലോമീറ്ററേ വരുന്നുള്ളൂ. മുന്നേ നല്ല ദൂരം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ മുന്നേ വന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, ആ വന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. താഴെ മുതലേ ട്രക്ക് ചെയ്ത് പോയിട്ടുണ്ടാവുമല്ലോ. ഇന്ന് പക്ഷേ ഈ ഒരു വിഷയമില്ല. ചില സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത റോഡുകളാണെങ്കിലും ചില സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത്ര ഓഫ് റോഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടൂല. എന്നാലും നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടും. ഇവിടുന്ന് നമ്മളിതാ നടന്നു തുടങ്ങുകയാണ്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ ID ഒക്കെ വെരിഫൈ ചെയ്തിട്ട് വേണം മുകളിലോട്ട് പോകാനായിട്ട്. അവിടെയാണ് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരിക. ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നോക്കിയിട്ട് അവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ഒരു ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഞങ്ങൾ മൊത്തം 22 പേരാണുള്ളത്. അപ്പം ഞാനിവിടെ വന്നത് ഒരു പാക്കേജ് എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇങ്ങോട്ട് വരേണ്ടത്, എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി പാക്കേജ് എടുത്തിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇവിടെയാണ് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടെ നമ്മൾ ID ഒക്കെ കൊടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് നമ്മുടെ ബാഗൊക്കെ അവർ സെർച്ച് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളെ കൂടെ ഒരു ഗൈഡിനെ അയക്കും. ഓരോ ബാച്ച് ആയിട്ടാണ് അവർ ഗൈഡിനെ വിടുക. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് ശരിക്കും ആരംഭിക്കുന്നത്. കുറച്ച് ദൂരം നടത്തവും കയറ്റവും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് എക്സസൈസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ചെറിയൊരു സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് ബോഡിയൊക്കെ ഒന്ന് വാമപ്പ് ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ലതാണ്. കാരണം അങ്ങനെ ഒന്ന് വാമപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രത്തോളം പ്രശ്നം വരില്ല. പിന്നെ വെയിലിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് ചെറിയ രീതിയിൽ വെയിൽ നമുക്ക് അടിക്കുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് പോകുന്തോറും വെയിലാണോ മഴയാണോ എന്താണെന്നൊരു ഐഡിയ ഒന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാം ഇനി പോകുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഒരു അവസ്ഥ. മഴ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ചുകൂടി നല്ല കോടയൊക്കെ നമുക്ക് കിട്ടും. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ താഴെ ഫോറസ്റ്റിൻ്റെ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇപ്പോൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററിൻ്റെ അടുത്തില്ല, 6 കിലോമീറ്റർ ഇല്ലേ, 6 കിലോമീറ്റർ ഇനിയിപ്പോൾ അങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വാമപ്പൊക്കെ ആയി. നമ്മളിനി അങ്ങോട്ടൊക്കെ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഫുള്ള് നേത്രാവതി നല്ല ഭംഗിയുള്ള, കുതിരേമുഖ് കുറച്ച് ടാസ്ക്കാണ് പോയി വരാൻ. പക്ഷേ അത്ര ഭംഗിയുള്ളൊരു സ്ഥലമല്ല. പക്ഷേ നേത്രാവതി നല്ല ഭംഗിയാണ്. പക്ഷേ വെയിലാണൊരു പ്രശ്നം. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അവിടെ എത്തിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് മെല്ലെ നടന്നു തുടങ്ങാം. ഇനി നമ്മളീ പോകുന്ന നേത്രാവതി ട്രക്കിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു നേത്രാവതി ഹിൽസ് വരുന്നത് കർണാടകയിൽ ചിക്കമംഗളൂരു ജില്ലയിലാണ്. നമ്മൾ ഇന്നലെ രാത്രി താമസിച്ച സാംസ എന്ന് പറയുന്ന വില്ലേജിനും ബലത്തങ്ങടിക്കും ഇടയിലായിട്ടാണ് ഈ ഒരു നേത്രാവതി സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കർണാടകയിലെ പ്രധാനപ്പെട്ട ട്രക്കിംഗ് എന്ന് പറയുന്നത് കുതിരേമുഖൊക്കെ ആയിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്താണ് നേത്രാവതി കൂടുതൽ ആളുകൾ വരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതൽ പ്രചാരമൊക്കെ കിട്ടിയത്. കാരണം നേത്രാവതി എന്ന് പറയുന്നത് കുതിരേമുഖം അപേക്ഷിച്ച് നോക്കുമ്പം അത്രത്തോളം നമുക്ക് നടന്നു പോകാനൊന്നുമില്ല. പിന്നെ കൂടുതൽ ഭംഗിയുമാണ്.
നേത്രാവതിയാണ് കൂടുതൽ മനോഹരമായൊരു ട്രക്കിംഗ് അനുഭവം നമുക്ക് കിട്ടുക. കാരണം പോകുന്ന വഴി മുഴുവൻ ചോല പുൽമേടുകളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ഏകദേശം നടന്നു പോകും സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ ആ ഒരു ഭംഗി കാണാൻ പറ്റും. അതും മറ്റൊരു പ്രത്യേകതയാണ്. കണ്ടോ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഏകദേശം ഒരു 100-200 മീറ്റർ നടക്കുമ്പോൾ തൊട്ട് തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടും. സാധാരണ നമ്മളൊരു ട്രക്കിംഗ് സ്പോട്ട് പോകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുക. പക്ഷേ നേത്രാവതി അങ്ങനെയല്ല. പോകുന്ന വഴി മുഴുവൻ നമുക്ക് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. ഈ കാണുന്ന മുഴുവൻ ചോല പുൽമേടുകളാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭംഗി, ഈ പച്ചപ്പും ഭംഗിയൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ മൺസൂൺ സമയത്തോ മൺസൂണിന് തൊട്ട് ശേഷമുള്ള സമയത്തോ ഇങ്ങോട്ട് വരണം. നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ്. അതാണ് വലിയൊരു പ്രശ്നം. അപ്പോൾ എന്താ ചെയ്യുന്നൊരു പിടുത്തമില്ല. വെയിൽ ശരിക്ക് അത് നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. നോക്കാം എന്ത് ചെയ്യാനാ. ഇനിയിപ്പോൾ ഇവിടുന്ന് നടക്കാനുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറിയ എന്തോ ഒരു അരുവിയോ മറ്റോ ഉണ്ട് തോന്നുന്നു. വെള്ളം ഒച്ച വെക്കുന്നില്ലേ, നോക്കാം എന്താണ്. പോകുന്ന വഴിയിലുള്ള ചെറിയ ചെറിയ അരുവികളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഈ ഒരു നേത്രാവതി ട്രക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത, തുടക്കക്കാർക്ക് പോലും നല്ല ഈസി ആയിട്ടൊക്കെ ട്രക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. കുതിരമുഖ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പോലും നല്ല കുഴപ്പമൊന്നുമില്ലാതെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ട്രക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ പറ്റും. ട്രക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾക്ക് പോയിട്ട് വലിയ പരിചയമൊന്നുമില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നേത്രാവതിക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കയറി പോകാൻ പറ്റുന്ന ട്രക്കിംഗ് കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വരിക, ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുക. പറ്റുവാണെങ്കിൽ മൺസൂണിൽ തന്നെ വരണം. നമ്മൾ നടന്ന് ഒരു ഭാഗത്തെത്തിയപ്പോഴൊരു വ്യൂ ആണ് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഭാഗത്തോട്ടാ, ഓപ്പോസിറ്റ് ഭാഗത്തോട്ടാണ് പോകേണ്ടതാ. ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നത്. അവിടെയായിരുന്നു ആ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത്. കാണിച്ചു തരാം നമ്മൾ നടന്നു വന്ന വഴി. ഇതിൽ ആൾക്കാർ വരുന്നുണ്ട്, കണ്ടോ, കുറേ പേര് നടന്നു വരുന്നത് കണ്ടോ. ആ ഒരു വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇത് അവിടെ എത്തിയപ്പം കുറച്ച് ഉള്ളിലോട്ടായി. നമ്മുടെ കൂടെയുള്ള കുറച്ച് ടീം ആ ഭാഗത്തൂടെ വരുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കണ്ടോ. അപ്പോൾ നമ്മളെ കൂടെയുള്ളവരാ. ഇപ്പോൾ നമ്മൾ നടന്ന് നടന്ന് പകുതിയൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ നിങ്ങൾ.
അങ്ങോട്ടാണ് നമുക്ക് കയറി പോകാനുള്ളതെന്നാണ് തോന്നുന്നത്, എൻ്റെ ഒരു അനുമാനമാണ്. പക്ഷേ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഒറ്റ ഒരു പ്രശ്നം വെച്ചാൽ വെയിലാണ്, നല്ല വെയിലുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വെയിൽ നല്ലപോലെ ഉണ്ട്. ഈ ഒരു സമയം കുറച്ച് നടക്കാനുണ്ട്. അങ്ങോട്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് ആൾക്കാർ നടന്നു പോകുന്നത് കാണാൻ പറ്റും. നല്ല വെയിലാണ്. അപ്പോൾ നമുക്ക് മെല്ലെ ഇവിടുന്ന് ഇനി ആ ഭാഗത്തോട് നടന്നു പോകാം. നമ്മൾ മംഗലാപുരം എത്തുന്നതിന്റെ തൊട്ട് മുന്നേ കിടക്കുന്ന ഒരു പാലല്ലേ, അതിന്റെ പേരാണ് നേത്രാവതി ബ്രിഡ്ജ്. ആ പേര് വന്നത് അതിന്റെ അടിയിൽ കൂടി ഒഴുകുന്ന പുഴ നേത്രാവതി പുഴയാണ്. നമ്മുടെ ട്രെയിനിലെ നേത്രാവതി എക്സ്പ്രസിന് ആ പേര് കിട്ടിയതൊക്കെ ആ ഒരു പുഴയെന്നാണ്. ആ ഒരു പുഴയുടെ ഉദ്ഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന നേത്രാവതി ഹിൽസിന്റെ ടോപ്പിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ ഒരു പുഴയ്ക്ക് നേത്രാവതി പുഴ എന്നുള്ള പേര് കിട്ടിയത്. നമ്മളീ പോകുന്നത് നേത്രാവതി ഹിൽസിലായതുകൊണ്ട് പലരുടെയും വിചാരം നേത്രാവതി എന്ന് പറയുന്നത് ആ ഭാഗത്ത്, അതായത് നേത്രാവതി പുഴയുള്ള അല്ലെങ്കിൽ നേത്രാവതി ബ്രിഡ്ജുള്ള അവിടെയാണെന്നാണ്. പക്ഷേ അതിന്റെ ഉദ്ഭവം ഇത്രയും ദൂരെ ഈ നേത്രാവതി ഹിൽസിന്റെ മുകളിലാണ്. ഇവിടുന്നാണ് അത് ഒഴുകി നേത്രാവതിയായിട്ട് മംഗലാപുരത്തേക്ക് എത്തുന്നത്. നമ്മളിത് ആ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പോൾ അവിടെ കുറച്ചൊരു അരുവി പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഞാനിത് അവിടുന്ന് ഈ ഒരു വ്യൂ ഉണ്ടോ, കയറി പോകുന്നതിനനുസരിച്ച് അടിപൊളി വ്യൂ ആണ്. വെയിലാണ് ഒരു വില്ലൻ, വേറെ ഒന്നും ഒരു പ്രശ്നമില്ല. വെയിലിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ടീമൊക്കെ ഇതാ കയറി വരുന്നുണ്ട്. ഇതാ ബാക്കിൽ നമ്മുടെ ടീം അതിലിങ്ങനെ നടന്നു വരുന്നുണ്ട്. ക്ഷണിച്ചോ? സത്യത്തിൽ നമ്മളീ പോകുന്ന നേത്രാവതി എന്ന് പറയുന്നത് കാഴ്ചകളുടെ ഒരു പരദീസയാണ് കേട്ടോ. മനോഹരമായ ഒരുപാട് കുന്നുകൾ, പോകുന്ന വഴിയിലുള്ള പുൽമേടുകൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് നേത്രാവതി എന്ന് പറയുന്നത്. പിന്നെ അവിടെ മേഘങ്ങളൊന്നും അധികം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുദ്രേമുഖിന്റെ പീക്ക് കാണാൻ പറ്റും. അവിടെ മേഘങ്ങളൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. പിന്നെ മുഴുവൻ പുൽമേടുകളാണ്, അതിൻ്റെതാണ് ഈ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നേത്രാവതി തന്നെ വരണം എന്ന് പറയുമ്പം ഈ മൺസൂൺ സമയത്ത് തന്നെ വരണം. പറ്റുവാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നു.
നമുക്കിനി ഇവിടുന്ന് കയറി ആ മോൾ എൻഡിൽ വരെ എത്താനുണ്ട്. അവിടേക്ക് ആൾക്കാരുണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അവിടെ വരെ ഇനി കയറി പോകണം. അത് ഈ ഒരു വെയിലത്ത്. അയ്യോ, പക്ഷേ ഈ ഒരു വ്യൂ, അയ്യോ അടിപൊളി. അവിടെ കണ്ടോ, ആ ഒരു വഴിയാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. കാണുന്നില്ലല്ലേ? കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ദൂരെ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി, ആ വഴിയാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. എന്നിട്ട് ആ ഒരു കാട്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്ന് നമ്മളിങ്ങനെ കയറി തുടങ്ങി. ഇനി ഇത്രയും കൂടെ മുകളിലോട്ട് കയറി പോകണം. ഇനിയിപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം കൂടി നമുക്ക് മുകളിലോട്ട് കയറാനുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുവഴിയാണ് ഞാൻ നടന്നു വന്നത്. ഇവിടെയൊക്കെ അടിപൊളി വ്യൂ ആണ്. ഇതുകൂടി ഉള്ളൂന്ന് തോന്നുന്നു, അറിയില്ല. കയറി വെക്കാം. വെയിൽ നല്ല പണി തരുന്നുണ്ട്. അതാണ് ഒരു പ്രശ്നം. വെയിലും കൂടി ഇല്ലെങ്കിൽ അടിപൊളിയാണ്. ചെറിയൊരു മഴയും കൂടി കിട്ടിയാൽ സൂപ്പറാവായിരുന്നു. ഇനിയിപ്പം അവിടെ കോട ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടറിയണം. വെയിലായതുകൊണ്ടേ എന്തായാലും മുകളിലോട്ട് കയറി വെക്കാം. പക്ഷേ ഈ ഒരു വ്യൂ, ഇത്രയും മഴ പെയ്ത് മൺസൂണിൽ മൊത്തം പച്ചപ്പായി കിടക്കുന്ന ഒരു വ്യൂ ഇല്ലേ, അത് സൂപ്പറാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, ഈ ഒരു ഭംഗി. വിചാരിച്ച പോലെയല്ല. ഇനി ഇവിടുന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഈ ഒരു കയറ്റം കയറി അവിടെ ഇറങ്ങി എന്നിട്ട് ഒരു മല കയറണം. അവിടെയാണ് എൻഡ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ദൂരം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളെ ടീം കുറച്ച് പേരൊക്കെ മുന്നേ പോയി, കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കണ്ടോ, കുറച്ച് പാറ നിൽക്കുന്നതാണ്. കാണിച്ചു തരാം. കണ്ടോ, അതിലൊക്കെ പച്ചപ്പ് വന്നിട്ടാണ് കേട്ടോ ഭംഗി. ഈ ഒരു കുന്നേ ഒട്ടും പച്ചപ്പില്ലാണ്ടൊന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ഭംഗി ഉണ്ടാവും. അതാണ് ഈ മൺസൂൺ ടൈമിൽ വന്നാൽ മാത്രമേ ഇവിടെയൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ. മുകളിലോട്ട് കയറുമ്പോൾ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നതേ കാറ്റാ. ഒരു കാറ്റും കൂടി ഇല്ലെങ്കിൽ അവസ്ഥയാണ്. കറക്റ്റ് ഒരു മൂടെടുത്തിട്ട് ഇങ്ങനെ പോയില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഡീഹൈഡ്രേഷൻ വരാൻ നല്ല സാധ്യതയുണ്ട്. നല്ല വെള്ളം കുടിക്കേണ്ട ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട് ഇവിടെ. അപ്പം ഈ ടൈമിലൊക്കെ ഇങ്ങോട്ട് വരുന്നവർ അത് ശ്രദ്ധിക്കണം. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ചൂടാണ്. കാരണം ഹൈറ്റിലല്ലേ നിൽക്കുന്നത്. കാറ്റുണ്ടെങ്കിലും ചൂടിങ്ങനെ അറിയാനുണ്ട്. ഇനിയും ചൂട് നല്ല നടക്കാനുണ്ടല്ലോ. ഇനി മുകളിലെത്തുന്നവരെ അങ്ങനെ പോകാനാവുള്ളൂ. അവിടുന്ന് കയറി ഓൾമോസ്റ്റ് മുകളിലെത്തിയിട്ടുണ്ട്. മുകളിൽ നല്ല ക്രൗഡ്. നമ്മളെ കൂടെയുള്ള കുറച്ച് പേര് കൂടി വരാനുണ്ട്. അപ്പം കുറച്ച് നേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്. വെയിൽ മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. പക്ഷേ കാറ്റുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ചെറിയൊരു മഴ കൂടി കിട്ടിയിരുന്ന അടിപൊളിയാവായിരുന്നു. ഇതിപ്പോൾ എന്താ വെച്ചാൽ വെയിലിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഇവിടെയുള്ള ഈ മൺസൂൺ സമയത്തെ നല്ല മഴ പെയ്തിട്ടുള്ളൊരു വ്യൂ അടിപൊളിയാണ്. നിങ്ങൾക്ക് അതുകൂടി കാണിച്ചു തരാം. നമ്മൾ കയറി വരുമ്പോൾ കണ്ടാൽ തന്നെ അതിൻ്റെ ഓരോ വ്യൂ മാറി നമുക്ക് മുകളിലോട്ട് പോകുന്നതോറും കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സംഭവം അടിയാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ആയിട്ട് നമ്മൾ മുകളിലോട്ട് പോകുള്ളൂ. ഇനി മുകളിലെത്തിയിട്ട് ആ ഒരു വ്യൂ കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ടീം അവിടെ നടന്നു വരുന്നുണ്ട്. അവരോട് എത്തിയിട്ട് മുകളിലോട്ട് പോവാം. ആ സമയത്ത് ഇവിടെയുള്ള കുറച്ച് വ്യൂ കൂടി കാണാം.
കണ്ടോ? ഞാനല്ലേ കയറി വരുന്നതനുസരിച്ച് ഇവിടുത്തെ വ്യൂ ഇങ്ങനെ മാറുന്നുണ്ട്. നമ്മൾ ടോപ്പിലെത്തിയിട്ടോ. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. കുറച്ചങ്ങോട്ട് കൂടി ഉണ്ട്. വന്നൊരു വഴി മുകളിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. നല്ല വെയിലുണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും മുകളിലെത്തിയപ്പോൾ ഒക്കെ മാറി. ഈ ഒരു പച്ചപ്പ് ഇതിങ്ങനെ കണ്ടിരിക്കാൻ അടിപൊളി ഒരു വ്യൂ ആണ്. നമുക്ക് ഇവിടുത്തെ ഒരു 360 വ്യൂ കൂടെ കാണിച്ചു തരാം. അടിപൊളിയാണ്. ഇപ്പം കോടയില്ലാത്തതുകൊണ്ട് നമുക്കൊരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഡെപ്ത് കിട്ടി. ഓരോ മലയുടെയും ആ ഒരു ഷേപ്പ് കാര്യങ്ങൾ കറക്റ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കോടയുള്ള സമയത്ത് അതിൻ്റെ വേറെ ഭംഗി, ഇല്ലാത്തപ്പോൾ വേറെ ഭംഗി. ഓരോന്നിനും ഓരോ ഭംഗിയാണല്ലോ. കോടയുള്ള സമയത്ത് മഴയുള്ളപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരാം. അപ്പോൾ ആ സമയത്തുള്ളൊരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഇപ്പോഴുള്ള ഈ ഒരു വ്യൂ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു വ്യൂ കാണിച്ചു തരാം. അവിടെ അറ്റം ആ എൻഡിൽ നിങ്ങൾ കാണുന്നില്ലേ, അതാണ് കുതിരമുഖ് എന്ന് പറയുന്നത്. അതായത് കുതിരയുടെ മുഖത്തിൻ്റെ ഷേപ്പിലുള്ളൊരു മലയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ട്രക്കിംഗ് ആണ്. നമുക്ക് അവിടെ എന്തായാലും ഒരിക്കൽ പോവാം. ഈ കാണുന്നതാണ് കുതിരമുഖ്. നേത്രാവതി, കുതിരമുഖ്, ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ട്രക്കിംഗ് സ്പോട്ട്. രണ്ടും ബേസ് ക്യാമ്പ് വരുന്നത് നമ്മൾ നിന്ന് അവിടെ തന്നെയാണ്. പക്ഷെ അത് ഒരു 22 കിലോമീറ്റർ നമുക്ക് ട്രക്ക് ചെയ്ത് പോകാനുള്ളൊരു ദൂരമുണ്ട്. നമുക്ക് അത്രയില്ല. നല്ല തിരക്കാണ്. ഒന്നാമത്തെ ഇന്നലെ സെക്കൻഡ് സാറ്റർഡേയും ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അവിടെ ഒന്നും കോടയില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഭാഗമൊക്കെ കറക്റ്റ് കിട്ടും. അതാണ് ഈ സമയത്ത് വന്നപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളെ ടീമാണ് ഇവിടെ ഇരിക്കുന്നത് മൊത്തം. ഇവിടെ ഒരാളെ കൂടെ കണ്ടോ? ഞാൻ കയറി വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേത്രാവതി എന്ന് പറയുന്നത് കാഴ്ചകളുടെ ഒരു പരദീസയാണ്. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും. ഇത്ര മനോഹരമായിട്ട് ഈ പുൽമേടുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഇങ്ങനെയുള്ള ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് എവിടെ പോയാൽ കിട്ടും? ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇത്ര അനുഭവമില്ലാണ്ടായി പോയത് കോട വന്നിട്ട് ഈ മലയുടെ ഗ്യാപ്പുള്ള ഭാഗങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമാണ്. അപ്പൊ ഈ കാഴ്ചകൾ തന്നെ ഇത്ര മനോഹരമാണെങ്കിൽ അതുകൂടെ നമുക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേത്രാവതി ഇത്ര മനോഹരമായ ഒരു ട്രക്കിംഗ് ആണ്. നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് സ്റ്റാർട്ടേഴ്സിന്, അതായത് ട്രക്കിങ്ങിനൊക്കെ പോയി പരിചയമില്ലാത്തവർക്ക് പോലും വന്ന് ട്രക്ക് ചെയ്ത് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു കാഴ്ചകളൊക്കെ സമയത്ത് തിരിച്ചിറങ്ങാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഷമം. ചെറിയ രീതിയിൽ നമ്മൾ ഇവിടുന്ന് അറിയുന്നില്ല കേട്ടോ. മേഘങ്ങളൊക്കെ വന്നിട്ട് അതുകൊണ്ട് എങ്ങനെയാ അവിടെ നിന്ന് തിരിച്ചിറങ്ങാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എല്ലാവരും തിരിച്ചിറങ്ങിപ്പോയി, ഞാനാണ് അവസാനം പോകുന്നത്. നമ്മളിത് അവിടുന്ന് കയറി പോകുന്ന സമയത്ത് ഒരു അരുവി ഉണ്ടായിരുന്നില്ലേ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് തിരിച്ചു പോവുക. നമ്മൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്? ഇതാണ് ഐറ്റം. പുലാവാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. ഇനി ഞാൻ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ, ഒരു പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ബിൻ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ കൂടെയാണ് വന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലെ മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവർ ട്രക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ കൂടെ ഇനിയും ഒരുപാട് യാത്രകളൊക്കെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്.
ചില യാത്രകളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ശരിക്കും അവരുടെ കൂടെ കുതിരേമുഖ് വരണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. അങ്ങനെയാണ് നേത്രാവതിയിലോട്ട് എത്തിയത്. നേത്രാവതിയും കുതിരേമുഖും ഞാൻ പോകണമെന്ന് വിചാരിച്ചാണ്. കുതിരേമുഖും നമുക്ക് ഒരിക്കലും പോവാം. പറ്റുവാണെങ്കിൽ ഇവരുടെ കൂടെ തന്നെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അടിപൊളിയായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പേര് മറന്നുകൊണ്ട ബിൻ അഡ്വഞ്ചേഴ്സ് എന്നാണ്. ഞാൻ അവരുടെ ലിങ്ക് കൂടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ. അപ്പം നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു യാത്ര മനോഹരമാക്കിയ എൻ്റെ കൂടെ ഈ യാത്രയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും, അതുപോലെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ബിൻ അഡ്വഞ്ചേഴ്സിന് വലിയൊരു നന്ദി. അത്ര മനോഹരമായ യാത്രയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചുകൂടെ എത്തിയതാണ്. ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ കുറച്ച് വെയിലുണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളിയായിട്ടുള്ള കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടു. മൺസൂണിൽ ആ ഒരു പച്ചപ്പ്, അത് ഫുള്ള് പച്ചപ്പ് പുതച്ച് കിടക്കുന്ന ആ ഒരു നേത്രാവതിയുടെ ഭംഗി മുഴുവൻ നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നത് നമ്മൾ മീശപ്പുലിമല പോയപ്പോഴാണ് ഇതുപോലെയുള്ളൊരു പച്ചപ്പും സംഭവമൊക്കെ കണ്ടത്. ബാക്കിയുള്ള ട്രക്കിംഗ് പോലെയല്ല, നമുക്ക് ഇങ്ങനത്തെ പുൽമേടുകൾ നിറഞ്ഞ ഈ ഒരു സെറ്റപ്പ് നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ അടിപൊളി കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. നമ്മൾ അവിടുന്ന് വരുന്ന വഴി തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അവിടെ ഒരു അരുവീൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് പറയണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള യാത്രയായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.